ഹായ് മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അലീസ് വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടക്നാഥ് സ്പെഷ്യൽ സാൾട്ട് റെസിപ്പി. ബെരി വീഡിയോക്ക് പോവാം. കോതിനെ പായിച്ചിട്ട് വെച്ച് ഞാനിങ്ങനെ നല്ല മസാല ഇട്ടിട്ട് നല്ല ഉപ്പിലൊരു നല്ലൊരു ഐറ്റം ആക്കാം. വരി എങ്ങനെയാന്ന് നോക്കാം, വീഡിയോക്ക് വരി നോക്കാം. അപ്പം മച്ചന്മാർ ഞങ്ങൾക്ക് കോതിനൊക്കെ അതിട്ട് ക്ലീൻ ആക്കിയിട്ടല്ലായി. എനിയിലൊക്കെ നല്ല മസാല പെരട്ടിട്ട് നല്ല ഉപ്പിൽ വേദിക്കാം. കടക്നാഥ് ചില നല്ല അഡാറ് കടക്നാഥ് കറുത്തിട്ടുണ്ടു. അപ്പം ഞങ്ങൾക്ക് കോതിക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഭാഗമെല്ലാം ഇട്ട് കൊടുക്കാം. ചന്ത ഭാഗിട്ട് കൊടുക്കണം, കുറച്ച് വലിയതായിട്ടിട്ട് കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് ഗീട്ടെല്ലാം ഇട്ടിട്ടായി ഇനി ചന്ത മസാല പെരട്ടിയിലേക്ക്. അപ്പം ഞങ്ങൾ ഇനി മസാല ആക്കിയുള്ളൂ കോതിക്ക് വേണ്ടി. ഞാൻ അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ, തേങ്ങ എണ്ണ, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് പെപ്പർ മസാല, ഒരു കണ്ടലിമ്പ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൈൻ ഡിഷായി അരച്ചമുളക്. ഫസ്റ്റ് അരച്ചമുളക് ഒരു 2 ടേബിൾ സ്പൂൺ അരച്ചമുളക്, പിന്നെ മഞ്ഞൻ്റെ പൊടി ഇടണം. അപ്പം നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ടുള്ളൂ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂണ് ഞങ്ങൾ നല്ല മുളകുണ്ട് പൊടി, പിന്നെ 1.5 സ്പൂണ് ചിക്കൻ മസാല. അപ്പം ആവശ്യത്തിന് വേണ്ടി അത്ര ഉപ്പിടുമ്പോൾ എല്ലാവരും കുറച്ച് അന്താജിൽ നോക്കിയിട്ടിടി. ഒരു ലിമ്പ പിഞ്ഞിട്ട് കൊടുക്കണം. മസാല ചന്ത മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. നല്ല മിക്സാവും മസാല. മിക്സ് ആവുകൊണ്ടല്ലോ കോതി പേടിച്ചിട്ട് പായണം, അങ്ങനത്തെ മിക്സ് ആവണം മസാല. അപ്പം ഗൈസ്, ഞങ്ങൾ സ്പെഷ്യൽ മസാല റെഡിയായി. ഇനി നല്ലോണം കോതിക്ക് പെരട്ടിയിട്ട് കൊടുക്കണം. അപ്പം ഞങ്ങൾ സ്പെഷ്യൽ നല്ല അഡാറ് മസാല തേച്ചിട്ട് കൊടുക്കാം. നല്ലോണം തേച്ചിട്ട് മുളവിൻ്റെ രാജാവായ ക്യാപ്സിക്കം പണി ഞങ്ങൾ പാതി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാം. ഒരു കഷ്ണം ടൊമാറ്റോ, അപ്പോൾ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് കരിവേവ് കുറച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കണ്ട പുതിന വെച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ജാഗില്ലേന് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം കോയിന് ചുരുട്ടണം. അപ്പോൾ ഞങ്ങൾ കോതിനിയിലൊക്കെ നല്ലോണം കാൽക്കായെല്ലാം മടക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കാം. കട്ട ഉപ്പ് അകത്തേക്ക് പോകാത്ത പോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. കോതിനെല്ലാം ഫോയിൽ പേപ്പർ ഇട്ടിട്ട് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ആണ് ഞങ്ങൾ ഐറ്റം തുടങ്ങാം. വരി അപ്പം മച്ചന്മാരെയാണ് ഞങ്ങൾ ഉപ്പിട്ട് സെറ്റാക്കാം. വരി അപ്പം മച്ചന്മാരെ ഞങ്ങൾ ഒരു ബണാലെടുക്കണം. അതിലേക്ക് വേണ്ട പുതിയ ബണാലെടുക്കുമ്പോൾ അല്ല പതിയ ബണാലെടുക്കണം. അപ്പം ഇനി ഞങ്ങൾ ഉപ്പ് പൊട്ടിച്ചിട്ടിടാം. ഇങ്ങനെ ലെവലാക്കി കൊടുക്കണം. കുറച്ച് തണ്ണി പാർപ്പിക്കണം, കുറച്ച് ഗട്ടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മച്ചന്മാരെ താഴെ കുറച്ചായിട്ട് ഉപ്പിട്ടിടാം. അപ്പം ഞങ്ങൾ ഇനി കോയിനെ വെക്കാം. അപ്പം ഇനി കുറച്ച് മീത്തൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല സെറ്റായി.
അപ്പോൾ ഗൈസ് ഞാൻ കല്ലെല്ലാം വെച്ചിട്ട് സെറ്റായി. ഇനി ഞാൻ തീ പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി തീ പിടിപ്പിച്ചുകൊണ്ടുള്ളൂ. നല്ല പിടിക്കണത്. ಇದು 1 ಗಂಟೆ ತೀಲಿ ಚಂದ ಬೇಯೋದು. ഞങ്ങളതൊരു 3/4 ಗಂಟೆ ಬೆಂದು ಏನೊരു 1/4 ಗಂಟೆ ಬೇಯೋದು ಉಂಟು. നോക്കാം. അപ്പം ഞങ്ങൾ ഇനി കടക്നാഥ് സാൾട്ട് റെസിപ്പി റെഡി ആയി. ഇനി ഞങ്ങൾ അതിനെ ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഞങ്ങൾ ഇനി ഉടച്ചിട്ട് നോക്കാം ഇനി അങ്ങനെ ഉണ്ട്. ആഹാ ഓപ്പൺ ആക്കുമ്പോൾ ഒരു മണ വരുന്നു. ആഹാ ആഹാ നല്ല അഡാറ് വെന്തിട്ടുണ്ട് മാത്രം. ഇടാക്കിയെല്ലാം ഇരുന്നിട്ട് സെറ്റായിന്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല ലെസ്സിൽ വരുന്നു. ഇത്ര സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട്. Super, super, super. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. Bye bye. Bye bye.